വന്നിരിക്കുന്നത് എവിടെയാണ് ഗൈസ്? കുമാരൂരൻ ടെന്നീസ് കോംപ്ലക്സിലാണ്. ഇന്ന് നമുക്ക് റൊണേഷിൻ്റെ ട്രീറ്റാണ്. റൊണേഷിക്ക് ഫുൾ A+ കിട്ടിയതിന്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെന്നീസ് കോർട്ടിലാണ്. ചിക്കു സ്റ്റേഡിയത്തിലോട്ട് കയറിപ്പോയി. റൊണേഷ് കളിക്കുന്നു. റൊണേഷ് അച്ഛനും അപ്പയും കൂടെ സംസാരിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് അവർ വന്നിട്ട് കാണാം. ഗൈസ് കോർട്ട്, അമ്മയുണ്ട്. നല്ല സ്കൈ, ക്ലിയർ സ്കൈ ആണ്. മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. നമുക്കിന്ന് പാരഗണി വെച്ചാണ് ട്രീറ്റ്. ചിക്കുതായോടെ നിൽക്കുവാണ്. കണ്ടോ, ചിക്കു ഒരു 7-8 വർഷം ഇവിടെ കളിച്ച് നടന്ന സ്ഥലമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഇപ്പോൾ ദീപാരാധന നടക്കുവാണ്. തുടങ്ങിയ സമയത്താണ് ഇവളിവിടെ കളിക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഇവള് ഗണേശ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇതാണ് ഇവിടുത്തെ കോർട്ട്. കുമാരപുരത്താണ്. നല്ല അറ്റ്മോസ്ഫിയറാണ് പിള്ളേർക്ക് കളിക്കാൻ. ഇതാണ് കോർട്ട്. ഇവിടെ ഇപ്പം അപ്പയും പ്രണേശയോടൊക്കെ സംസാരിച്ചോണ്ട് ഇത് അതിൻ്റെ ഫ്രണ്ടിലാണ്, സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമായിരുന്നു. ഇന്ന് നമ്മൾ പാരഗണിലേക്ക് പോവുക. 6 പേര്. അപ്പം പാരഗണിലെത്തി. നമ്മൾ 6 പേർക്കുള്ള സീറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വന്നു. ഇതതിൻ്റെ കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. അപ്പം അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നേരത്തെ പറഞ്ഞറിയുന്ന ഇങ്ങനെ ബുക്കൊക്കെ കൊണ്ടുവച്ച് ആരെങ്കിലും തുറന്നു നോക്കൂ, പഠിക്കാനല്ല വരുന്നത്. റൊണേഷിക്ക് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തൊരു ഡയറിയൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവൾ അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും. നമ്മൾ പാരഗണി വെച്ചിട്ടാണ് അവൾക്ക് ഡയറി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവളെ കൊണ്ട് അത് ഓപ്പൺ ചെയ്യിപ്പിച്ച് അവൾക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ഗിഫ്റ്റ് കൊടുത്തു. അവൾ സന്തോഷത്തോടെ പൊട്ടിക്കുകയാണ്. ഇവിടെ തിരിച്ചു പോയിരുന്നിട്ട് ഒത്തിരി ആ മീൻ ഇങ്ങനെ എഴുതിയത് മെമ്മറൈസ് പഠിക്കാൻ വേണ്ടി നമുക്കറിയാം. ഞാൻ കിടന്നിട്ടിരിക്കാൻ പോകണം. ഞാൻ മേടിക്കാൻ 12 മണിയായാലും പ്ലാസ്റ്റിക് പൊട്ടിക്കണം. ഡയറിക്കകത്ത് ചോക്ലേറ്റ് അപ്പൊ പൊടി ഇവരില്ല. വെള്ളം കൃത്യമായി എഴുതുന്നു. എന്റെ പേര് ആദ്യത്തെ പേജിൽ എഴുതിക്കോ. ബാക്കിലാണ് എഴുതുന്നത്. എന്റെ ഫസ്റ്റിൽ വരണ്ടില്ല. എനിക്ക് நான் ஒரு சைன் விட்டு தருப்ப அதுவும் கூட படம் எடுப்பேன். നോക്കിട്ട് പ്രത്യേകിച്ച് ഡേറ്റോ അങ്ങനെയില്ല. നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആയിട്ട് നമുക്ക് ഇത് ഏതായത് കാലവും വെച്ചിരിക്കും. പിന്നെ ഉപയോഗിക്കാനും പറ്റില്ല. ഡേറ്റ് ഒന്നുമില്ല.
അപ്പോൾ ഏതേത് കാണുമോ നമുക്ക് ഇരിക്കാം, നമുക്ക് ടേസ്റ്റ് നോർമൽ തിക്നെസ് ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് വന്ന് നമ്മൾ അപ്പവും ചൈനീസ് ചിക്കൻ കറിയും പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ചെന്നൈ ചില്ലി ചിക്കൻ റോസ്റ്റ്, അതും നാനും പൊറോട്ടയായിരുന്നു പറഞ്ഞത്. പിന്നെ ഡ്രാഗൺ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രാഗൺ ചിക്കൻ. ഫുഡെല്ലാം വന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം സൂപ്പറാണ് പാരഗണിൽ. പിന്നെ പൊറോട്ട നല്ലതായിരുന്നു. നാൻ അവസാനമാണ് വന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. ജ്യൂസ് നമ്മൾ മാംഗോ ജ്യൂസും വാട്ടർമെലനും പൈനാപ്പിളും പിന്നെ അപ്പയും അമ്മയും അങ്കിളും സോഡ ലൈമും ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയായത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അവിടുത്തെ സ്ട്രോ ഒരു സ്പെഷ്യൽ സ്ട്രോ ആയിരുന്നു, റൈസ് സ്ട്രോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് റൈസ് സ്ട്രോ കാണുന്നത്. റൈസ് സ്ട്രോ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം.